ലൈംഗിക അതിക്രമ കേസിലെ അതിജീവിതകൾ ധൈര്യമായി മുന്നോട്ട് വരണമെന്ന ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായിരുന്ന കേസിലെ അതിജീവിത സിസ്റ്റർ റാനറ്റ് മീഡിയ വണ്ണിനോട് നിയമ പോരാട്ടത്തിൽ പല ദുരനുഭവങ്ങളും നേരിടാം. പൊതുസമൂഹവും കുടുംബവും അവർക്കൊപ്പമുണ്ടാകണം. കുറവലങ്ങാട്ടെ മഠത്തിൽ തുടരുമെന്നും സിസ്റ്റർ റാനറ്റ് പറഞ്ഞു. ദുരിതങ്ങൾ വെളിപ്പെടുത്തിയതിന് പിന്നാലെ സർക്കാർ അനുവദിച്ച റേഷൻ കാർഡ് ഉദ്യോഗസ്ഥർ കുറവലങ്ങാട്ടെ മഠത്തിലെത്തി റാനറ്റിന് കൈമാറി. സിസ്റ്റർ റാനറ്റ് മീഡിയ വണ്ണിനോടൊപ്പം ചേരുകയാണ്. സിസ്റ്റർ ഒടുവിൽ റേഷൻ കാർഡ് വരെ ലഭിച്ചു. ദുരനുഭവങ്ങൾ തുറന്നു പറയേണ്ടി വന്നു ഇതൊക്കെ ലഭിക്കാനായി. എന്തു തോന്നുന്നു ഇപ്പോൾ? റേഷൻ കാർഡ് ലഭിച്ചതിൽ നമുക്ക് സന്തോഷമുണ്ട്. നമ്മുടെ അവകാശമാണല്ലോ. ഞങ്ങളത് കിട്ടാനായിട്ട് ഒത്തിരി പരിശ്രമിച്ചെങ്കിലും കിട്ടിയിരുന്നില്ല. പക്ഷേ ഇപ്പം അതിൽ സന്തോഷമുണ്ട്. മന്ത്രിയോടും സർക്കാരിനോടും നന്ദി പറയുന്നു. ഈ ഇപ്പോൾ ഉണ്ടാകുന്ന സംഭവവികാസങ്ങളുണ്ടല്ലോ, ഈ ഓരോ ദിവസങ്ങളിൽ ഓരോരോ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളുടെ വിവരങ്ങൾ പുറത്തു വരികയാണ്. അവരോടൊക്കെ എന്താണ് സിസ്റ്ററിന് പറയാനുള്ളത്? പറയാനുള്ളതെന്ന് വെച്ചാൽ ധൈര്യമായിട്ട് പുറത്ത് വരണം. പക്ഷെ അവരവർക്കുടേതായ സമയം എടുത്തേക്കാം. കാരണം ഞാനും അതുപോലെയാണല്ലോ പുറത്ത് വന്നത്. ചാടി പുറത്ത് വരാനായിട്ട് കഴിഞ്ഞെന്ന് വരില്ല. എന്നാലും ധൈര്യമായിട്ടിരിക്കണം, ധൈര്യമായി മുന്നോട്ട് പോകണം. പലതും ഫേസ് ചെയ്യേണ്ടി വരും എന്ന് മാത്രമേ എനിക്ക് അവരോട് പറയാനുള്ളൂ. നിയമക്കുരുക്കുകളാണല്ലോ പ്രധാനമായും സ്ത്രീകൾ മുന്നോട്ട് വരാൻ ആശങ്കപ്പെടുന്നത്. അപ്പോൾ അതിനൊക്കെ എങ്ങനെ നേരിട്ടതാണ്, എങ്ങനെയാണ് അതിനെ മറികടക്കാൻ കഴിയുക സ്ത്രീകൾക്കെന്നാണ് അവരോടൊക്കെ പറയാനുള്ളത്? അത് പൊതുസമൂഹത്തിൻ്റെ ഒരു സപ്പോർട്ട്, പിന്നെ മീഡിയയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മളെ അടുത്തറിയാവുന്നവർ, അങ്ങനെ ഓരോരുത്തർക്കുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. തനിയെ ഒരു സ്ത്രീക്ക് ഒരിക്കലും ഇതൊന്നും അതിജീവിക്കാനായിട്ട് കഴിയില്ല. മഠത്തിൽ തുടരുകയല്ലേ? തീർച്ചയായും മഠത്തിൽ തുടരും. എന്തായാലും അതിജീവിതകൾക്ക് കൃത്യമായ സന്ദേശമാണ് സിസ്റ്റർ റാനറ്റ് നൽകുന്നത്. സമൂഹവും അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളും അവരോടൊപ്പം നിൽക്കണം. എങ്കിൽ മാത്രമേ കരുത്തോടുകൂടി നിയമ നടപടിക്രമങ്ങളിലും മറ്റ് വ്യവഹാരങ്ങൾക്കും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് സിസ്റ്റർ റാനറ്റ് പറയുന്നത്. ജീബിനൊപ്പം ജോസി ബാബു, മീഡിയ വൺ, കോട്ടയം.